എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers. സ്ഥാനത്തിനെ തുടരുകയാണ്. എന്താണ് ഒരു അഭിപ്രായം? അതിൻ്റെ അഭിപ്രായം ഇടതുമുന്നണിയിലെ ബഹുമാനരായ നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. CPIയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമതി ആനിരാജ് പറഞ്ഞത് ഒരു നിമിഷം പോലും തുടരാൻ ആകുന്നില്ല, പെട്ടെന്ന് രാജിവെക്കണം. അതിനപ്പുറം ഞങ്ങളെന്ത് പറയുന്നുണ്ട്? സത്യത്തിൽ സിനിമാ മേഖലയിലുള്ള ഒരു തൊഴിൽ മേഖലയാണ്. അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നമ്മുടെ സഹോദരിമാർ ആ തൊഴിൽ മേഖലയിൽ തുടരാൻ വേണ്ടി സർവ്വതും ത്യജിക്കുകയായിരുന്നു. അവരതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുകയായിരുന്നു. സമൂഹ മധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെന്ന് വിചാരിക്കുന്ന പലരുടെയും തനിനിറമാണ് നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടുകളാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രതി ഗവൺമെൻറ് തന്നെയാണ്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അദ്ദേഹത്തിൻ്റെ അലംഭാവമാണ്, അല്ലെങ്കിൽ പ്രതികളോട് അദ്ദേഹം കാണിച്ച സഹകരണമാണ് 5 വർഷക്കാലം ഇത് അനിശ്ചിതമായി നീണ്ടുകൊണ്ടുവന്നത്. ഇനിയെങ്കിലും ഇപ്പോൾ കേസെടുക്കുന്നുണ്ട്, ബലാത്സംഗത്തിൽ കേസെടുക്കുന്നു, ജാമ്യമില്ലാത്ത കേസെടുക്കുന്നു, ഒക്കെ ശരിയാണ്. എറണാകുളത്ത് 6-7 കേസെടുത്തു, തിരുവനന്തപുരത്തൊരു കേസെടുത്തു, ഒക്കെ നടന്മാർ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫിഫ്കയുടെ അംഗങ്ങളടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ള സാങ്കേതിക വിദഗ്ധരൊക്കെ ഇത് പ്രതികളായിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ളത്, ഈ വാർത്തകളൊക്കെ പുറത്തു വരികയും നമ്മുടെ നടിമാർ പരസ്യമായി ഈ ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് സിനിമയിലെ നയരൂപീകരണ സമിതി ഉണ്ടാക്കുന്നത്. ആ സമിതിയിൽ വെച്ച 2 ആളുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നവരാണ്. ഉണ്ണികൃഷ്ണനാണെങ്കിലും മുകേഷ് ആണെങ്കിലും അവർ വെച്ചുകൊണ്ടാണ് നയരൂപീകരണ സമിതി ഉണ്ടാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ആ നയം എന്തായിരിക്കും നമുക്കൊക്കെ അറിയാലോ. അവരുടെ നയങ്ങളാണ് സിനിമയിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നതെങ്കിൽ സിനിമ വ്യവസായത്തിന് വേറെ എന്തെങ്കിലും പേരിടലായിരിക്കും നന്നാകുക. പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഗവൺമെൻറ് തെറ്റുകൾ സമ്മതിച്ച് ആ തെറ്റുകൾക്ക് ഉത്തരവാദിയായ ആളുകളെ മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പ്രേരിപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൽ വളരെ വലിയൊരു പങ്ക് നിർവഹിക്കാനുണ്ട്. പ്രക്ഷോഭങ്ങൾക്കോ ശേഷം അതിന് ഭയപ്പെട്ടിട്ടോ വഴങ്ങിയിട്ടോ അല്ല ചെയ്യേണ്ടത്. സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് അത് ചെയ്യണം. അപ്പം അമ്മ രാജിവെച്ച് പോയി, നന്നായി. വളരെ വൈകിട്ടാണെങ്കിൽ നന്നായി. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതും ആരോപണങ്ങളും വന്നതൊക്കെ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ എവിടെ ഇടപെട്ടത്? പ്രായോഗികമായി നിഷ്പക്ഷമായി ഇടപെടാൻ അമ്മയുടെ ഭാരവാഹികൾക്ക് സാധിച്ചോ? തികഞ്ഞ പരാജയമായിരുന്നു.
ആ സിനിമാ മേഖല ജനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന മേഖലയാണ്. ആ മേഖലയുടെ വിശ്വാസ്യതയും സാംസ്കാരിക തനിമയും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമായിരുന്നു അമ്മയെ പോലുള്ള സംഘടനകൾക്കുണ്ടായിരുന്നു. ഫെഫക്ക പോലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘടനകൾക്കും അവരൊന്നും അത് നിർവഹിച്ചില്ല. അതിൻ്റെ ഫലമായി രൂക്ഷമായ വിമർശനങ്ങളും വന്നപ്പോഴാണ് മനസാക്ഷിക്കൊത്തുകൊണ്ടായിരിക്കാൻ രാജിവെച്ച് പോയത് നന്നായി. ഇത്തരം ആളുകൾക്ക് നീതി കിട്ടാൻ ഈ 4-5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസ് MLA-ക്കെതിരെയും മറ്റ് നടന്മാർക്കെതിരെയും ഒക്കെ രജിസ്റ്റർ ചെയ്ത കേസ് 4 കൊല്ലം മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ അത്രത്തോളം നീതി ലഭിക്കുമായിരുന്നില്ലേ? മാത്രമല്ല മേഖല രക്ഷപ്പെടുമായിരുന്നില്ലേ? സിനിമാ മേഖല നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക രംഗത്ത് ഒരു നല്ല സംവിധാനം, അത് ഇത്രമാത്രം ദുഷിച്ച് നാരായണക്കല്ല് പിടിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഓരോ ദിവസം കഴിയുന്നതോടും ആ മേഖല തകർന്നു പോവുകയാണ്, ദുഷിച്ചു പോവുകയാണ്. ആളുകളുടെ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മാത്രമല്ല ഈ വാർത്ത അറിയുന്ന മുഴുവൻ മനുഷ്യരുടെയും ചിന്തയിൽ കേരളത്തിൻ്റെ സിനിമാ മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അക്ഷന്തവ്യമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.